സാറിന്റെ പഴയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, സിൽവർ ലൈൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 127 ഇയേഴ്സ്. സോ സിൽവർ ലൈൻ ഇപ്പോൾ ഏതാണ്ട് ഒരു ഡെഡ് സ്റ്റേജിലാണ്. ബട്ട് ഗവൺമെന്റ് ഈസ് നോട്ട് സേയിങ് ദാറ്റ്. ഇനി വരുമൊന്നുമില്ല. ഈവൻ ഇപ്പം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിന് അദ്ദേഹത്തിന് കടമെടുക്കേണ്ടി ഇപ്പോൾ ഉണ്ടാവുന്നു. ധാരാളമായില്ലേ, നമുക്ക് എത്ര ധൃതിയുണ്ട് കാസർഗോഡ് പോകാൻ. വൈ നോബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് റീജനറേറ്റിംഗ് അവർ അഗ്രികൾച്ചർ? 1,00,000 കോടിയൊന്നും വേണ്ട അതിന്. ഇത് ഈ 1000 കോടി ഓരോ വർഷം കിട്ടുന്നത് അവർക്ക് കൊടുത്താൽ മതി. EMSന്റെ കേസിലും ഹി വാസ് സച്ച് എ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റ്, നോ, ദ വേ ഹി ലിവ്ഡ്. So consequentialism is an important thing in politics. സാറിന്റെ പഴയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, സിൽവർ ലൈൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 127 ഇയേഴ്സ്. സോ സിൽവർ ലൈൻ ഇപ്പോൾ ഏതാണ്ട് ഒരു ഡെഡ് സ്റ്റേജിലാണ്. ബട്ട് ഗവൺമെന്റ് ഈസ് നോട്ട് സേയിങ് ദാറ്റ്. ഇനി വരുമൊന്നുമില്ല. ഇവിടെ ശമ്പളം കൊടുക്കാൻ പൈസയില്ല. യു ആർ ടോക്കിംഗ് അബൌട്ട് ഇപ്പം എത്രയായിട്ടുണ്ടാവും? അന്നത്തെ 1.2 lakh crores ഉള്ളത് ഇപ്പോൾ 24 ആയി. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ടുള്ള ഇൻഫ്ലേഷൻ അത് 2 lakhലും അധികം പോകും. വെർ ഈസ് ദ മണി? യു ഡോണ്ട് ഹാവ്, എന്താ പറയുക, ഈവൻ ഇപ്പം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിന് അദ്ദേഹത്തിന് കടമെടുക്കേണ്ടി ഇപ്പോൾ ഉണ്ടാവുന്നു. സോ അതൊന്നും പറ്റില്ല. ഇനിയിപ്പം ജനങ്ങൾ സമ്മതിക്കുന്നു തോന്നുന്നില്ല. Even if they വാശിക്ക് അതിൻ്റെ റെലവൻസും പോയല്ലോ. Not only that, the old signals are being now repaired, corrected. ഈ ഡൈവേർഷൻസ് ഒക്കെ ഇറ്റ്സ് എ ഓൾ ഇന്ത്യ പ്രോഗ്രാം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കേരള പ്രോഗ്രാം. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ബട്ട് ഇപ്പോഴാണ് കുറച്ചത് ചെയ്യുന്നത്. വൺസ് യു സ്ട്രേറ്റൻ ഔട്ട്, then you will get a minimum 110 കിലോമീറ്റർ. ധാരാളമായില്ലേ, നമുക്ക് എത്ര ധൃതിയുണ്ട് കാസർഗോഡ് പോകാൻ. ഇപ്പം തന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ. സോ കട്ടിങ് എ സോറി ഫേസ്, നോ അല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ പാടും. വേറെ എന്തൊക്കെ, യു ഹാവ് സോ മച്ച് ടു ഡു, so many things to do. Why nobody is talking about regenerating our agriculture? 1,00,000 കോടിയൊന്നും വേണ്ട അതിന്. ഇത് ഈ 1000 കോടി ഓരോ വർഷം കിട്ടുന്നത് അവർക്ക് കൊടുത്താൽ മതി. ഈ വാട്ടർ കൺട്രോളിനും പുതിയ ഉപകരണങ്ങൾ വാങ്ങാനും. they will do it. There are anecdotal examples, no, how some of the farmers are doing well. ഇപ്പോൾ ഒരു ബംഗാളിയുടെ ഒരു ഇത് 50 ഏക്കർ അദ്ദേഹം എടുത്തിട്ട് വാഴ, കപ്പ, ഹീസ് ഫ്ലറിഷിങ്. അവനിപ്പോൾ എക്സ്പോർട്ട് കമ്പനി തുടങ്ങണമെന്നാണ് അവൻ്റെ ആഗ്രഹം. 15 വയസ്സിൽ വന്നതാണ് കേരളത്തിൽ. സോ these are all doable things. And I am really wondering why agriculture is still not getting a priority. Every country, even the richest country, America, first protect their agriculture. The farmers get one of the highest income subsidies just to keep them in farming. European Union, Japan is the country which gives the maximum income support to the farmers. If every 100 yen the Japanese farmer gets, 60 yen is government incentive. യൂറോപ്പിൽ അത് 50%, അമേരിക്കയിൽ അത് 30%. നമുക്ക് 10% കൂടാൻ പാടില്ല എന്ന് നിയമം WTO-ൽ. ജസ്റ്റ് വൺ മോർ തിങ്, ലാസ്റ്റ് ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടതായിരുന്നു നമ്മുടെ ഗവൺമെന്റ് കൂടുതലായിട്ട് വെൽഫെയറിന് സ്പെൻഡ് ചെയ്യുന്നത്, അതായത് പെൻഷൻസ് കൊടുക്കാൻ. വെൽഫെയർ പെൻഷൻസ്, ഐ ആം നോട്ട് അബൌട്ട് ജനറൽ പെൻഷൻ, സോഷ്യൽ പെൻഷൻ. ഈ 1600 രൂപ കൊടുക്കുന്നത്. ഡു യു അഗ്രി വിത്ത് ദാറ്റ്? അതായത് കൂടുതൽ സ്പെൻഡിങ് ഓൺ വെൽഫെയർ ആക്ടിവിറ്റീസിന്? No. It's a small amount of money they are paying. You are taking cudgels on that. നിങ്ങളുടെ വേറെ എന്തൊക്കെ വേസ്റ്റ് ഉണ്ട്? ഈ ഇന്നോവ കാറിൽ കുറയാത്ത പഞ്ചായത്ത് പ്രസിഡന്റുമാരില്ല ഉണ്ടോ? All the things. You go to the government of India, most of them gets the Maruti, the Suzuki sedan, which is around 9 lakh, 10 lakh of rupees. ഇവിടെ 26 ലക്ഷത്തിൻ്റെ ടൊയോട്ടോ ക്രിസ്റ്റി കുറഞ്ഞത് ഒരു ഉദ്യോഗസ്ഥനും ഇല്ല. It's blatant. It's also vulgar, no? You talk about socialism, you talk about leftism. You should be the first to show, അത് അങ്ങനെയല്ലേ നമ്മുടെ all the first generation leaders, how they lived. ഞാൻ രാമൻകുട്ടിയോട് സംസാരിച്ചിരുന്നു പലപ്പോഴും. ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പോൾ അച്ഛൻ അച്യുത മേനോൻ റിട്ടയർ ചെയ്യുമ്പോൾ അന്ന് MLA പെൻഷനില്ല. സോ വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് അച്ഛൻ്റെ ഇൻകം ദയർ? ഈ സെഡ് അച്ഛൻ തറവാട്ടിൻ്റെ
കിട്ടിയ കുറച്ച് ഇത് പെങ്ങന്മാർക്കും ബ്രദേഴ്സിനൊക്കെ ആയിട്ട് കൊടുത്തു. അച്ഛൻ താമ്രപത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫ്രീഡം ഫൈറ്റർ എന്നുള്ളത്. 1600 റുപ്യാണ് അന്ന്. ഹീ സ്റ്റെപ്പ് ഡൗൺ ഇൻ 1977. ഈ സെഡ് അതായിരുന്നു അച്ഛൻ്റെ ഇൻകം. ഞാൻ ഡോക്ടറായിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയാലും 1 രൂപ പോലും എന്നോട് ചോദിക്കില്ല. 1200 rupees താമ്രപത്രം പെൻഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻകം ആഫ്റ്റർ ഹീ സ്റ്റെപ്പ് ഡൗൺ ആസ് ചീഫ് മിനിസ്റ്റർ. Can we imagine now? EMSൻ്റെ കേസിലും he was such a Gandhian communist, no? The way he lived. എന്തെങ്കിലും ഒരു ലക്ഷറി നമ്മൾ കണ്ടിട്ടുണ്ടോ? Any luxury that you can... Times are changing, no? You can't... No, I'm not saying നിങ്ങൾ ഇപ്പോഴും ചായയും പരിപ്പോടിയും മാത്രമേ ഇതാവില്ല, കശുവണ്ടിയൊക്കെ തരാം, നോ പ്രോബ്ലം. But there is a symbolic value how you conduct yourself in politics. And that goes signal as that motivates people also, youngsters and everybody. അങ്ങനെയൊക്കെ അത് കണ്ടിട്ടല്ലേ നമ്മളൊക്കെ വളർന്നിരുന്നത്. ഇത്തരം ജെന്യുവൻ കൺസേൺസ് ഈ കേരളത്തിൽ ലെഫ്റ്റിൽ ആരോടെങ്കിലും പങ്കുവയ്ക്കാനോ അവരാരെങ്കിലും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനോ ഒരുപാട് ആൾക്കാരുണ്ട്. ബട്ട് ഐ ഫീൽ ദാറ്റ് സംഹൗ എനിക്കെന്താ കാരണം എന്നറിയില്ല, ദേ ആർ നോട്ട് ഏബിൾ ടു കം ഔട്ട് വിത്ത് സച്ച് എ. അപ്പോൾ അതൊരു അവർ തെറ്റിദ്ധരിക്കും. ഇഫ് യു ആർ എ പാർട്ടി മെമ്പർ ദെൻ യു സ്റ്റാൻഡ് ടു ലൂസ് മെനി തിങ്സ്. എന്നെമാരുള്ളവർക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. There are many genuine people. I still believe, most even കോൺഗ്രസ്സിലുണ്ട് നല്ല ആൾക്കാർ. നമ്മൾ വി കാൻ ക്ലാസ് ആയി ഞങ്ങൾ മാത്രം നല്ലവർ, നിങ്ങളൊക്കെ മോശം, നിങ്ങൾ രാഷ്ട്രീയക്കാർ മോശം. നോ, നത്തിങ് ലൈക്ക് ദാറ്റ്. സാധാരണ ആൾക്കാരിൽ ഒരുപാട് കള്ളത്തരം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബട്ട് ദാറ്റ് ഈസ് ഇൻകോൺസിക്വൻഷ്യൽ. ഇഫ് ഐ ഡു സംതിങ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫക്ട് കേരള സൊസൈറ്റി. എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അവരെ ബാധിക്കുള്ളൂ. ബട്ട് ഇഫ് യു ആർ എ മിനിസ്റ്റർ ദാറ്റ്സ് നോട്ട് ദ തിങ്. So consequentialism is an important thing in politics. Amartya Sen പറയാണ്, any act, public act, you should think about its consequences. And there are so many people who are worried about it. അതുകൊണ്ടല്ലേ MT ഇങ്ങനെ പറഞ്ഞത്.